ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ചെറിയ രണ്ട് മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ഈ രണ്ട് മാറ്റങ്ങളെ പറ്റി നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചാറ്റ് ഇതുപോലെ നോക്കുമ്പോൾ ചില കോണ്ടാക്റ്റിന്റെ സൈഡിലായിട്ട് ഇതുപോലൊരു റിങ്, ഒരു ഗ്രീൻ റിങ് വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഈ റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ കാണുന്ന കോണ്ടാക്റ്റിലുള്ള വ്യക്തി അവർ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിങ് കൊണ്ട് നമുക്ക് സൂചകമാകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് എന്നത് എടുത്തു നോക്കി ഇത് ആരൊക്കെയാണ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് എന്നും നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചാറ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിപ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. സ്റ്റാറ്റസ് ഇട്ട വ്യക്തികളുടെ കോണ്ടാക്റ്റിന്റെ, അതായത് ആ DPയുടെ ചുറ്റുമായിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള റിങ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തികൾ ഇവിടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഐഡിയ എന്ന് പറയുന്ന കോണ്ടാക്ട്, ആ കോണ്ടാക്റ്റിന്റെ DPയുടെ ചുറ്റുമായിട്ട് ഒരു റിങ് വന്നിട്ടുണ്ട്, ഗ്രീൻ റിങ്. ഈ വ്യക്തി സ്റ്റാറ്റസ് ഇട്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഐഡിയ എന്ന കോണ്ടാക്റ്റിന്റെ ഒരു സ്റ്റാറ്റസ് ഇവിടെ ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള വ്യക്തികളുടെയും സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വ്യക്തികളും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാറ്റസ് ബാറിൽ നിന്നല്ല നമ്മൾ ഇനി മുതൽ സ്റ്റാറ്റസ് കാണാൻ പോകുന്നത്, മറിച്ച് നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുമ്പോൾ അവിടെ ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഇവിടെ നിന്നുകൊണ്ട്, ചാറ്റ് ബോക്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെ കാണാം എന്ന് നോക്കാം. അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആ ഒരു DP ഉണ്ടല്ലോ, DPയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. നമുക്ക് ഇനി മുതൽ അവരിട്ട സ്റ്റാറ്റസ് ഒക്കെ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2-3 കോണ്ടാക്റ്റിന്റെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞു. ഇവിടെ മെയിനായിട്ട് ഐഡിയ എന്ന് പറയുന്ന ഒരു കോണ്ടാക്റ്റിന്റെ സ്റ്റാറ്റസ് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചാറ്റ് ബോക്സിൽ വന്ന് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു റിങ് ഇവിടെ കാണുന്നില്ല. ആ ഗ്രീൻ റിങ് ഇവിടെ നിന്ന് മാഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ വ്യക്തി ഇട്ട സ്റ്റാറ്റസ് മൊത്തം നമ്മൾ കണ്ടു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഈ ഒരു വ്യക്തി ഇട്ട എല്ലാ സ്റ്റാറ്റസും നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റിങ് ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ലാതെ ഒരു 5-6 സ്റ്റാറ്റസ് അവർ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഒരെണ്ണം മാത്രം കണ്ടെങ്കിൽ പോലും ആ ഒരു റിങ് ഇവിടുന്ന് പോകത്തില്ല. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഏതെങ്കിലും കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾ സ്റ്റാറ്റസ് ഇട്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ചാറ്റ് ബോക്സിൽ നിന്ന് തന്നെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. എന്നെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കൂട്ട് നിങ്ങൾക്കൊരു 100 കോണ്ടാക്ട് എങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ. ഈ ഒരു 100 കോണ്ടാക്റ്റിൽ ഡെയിലി മെസ്സേജ് അയക്കുന്ന ഒരു 19 പേരെങ്കിലും ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു മെസ്സേജുകളിലിടയിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ ചില മെസ്സേജ് കണ്ടെന്നിരിക്കുക, ചില മെസ്സേജ് ഒക്കെ കാണാതെ വിട്ടെന്നിരിക്കുക. അതിനുള്ള സമയക്കുറവ് കാരണം നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല, അല്ലെങ്കിൽ തൊട്ട് വായിച്ചെന്നിരിക്കത്തില്ല. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇവിടെ ചാറ്റ് എന്നുള്ളിടത്ത് കുറേ അധികം മെസ്സേജ് വായിക്കാതെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ 1 എന്നുള്ളത് ഇപ്പൊ ഇൻക്രീസ് ആയി വരുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ 1 ഉള്ളൂ, പക്ഷെ നിങ്ങൾക്കൊരു 19 കോണ്ടാക്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ 1 എന്നുള്ള സ്ഥാനത്ത് ഒരു 20-25 എണ്ണം ഇങ്ങനെ വന്ന് കിടക്കും. നിങ്ങൾ വായിക്കാത്തതായിട്ടുള്ള മെസ്സേജസ് ഇങ്ങനെ വന്ന് കിടക്കും. ഈ മെസ്സേജസ് ഒക്കെ ചിലപ്പോൾ അടിക്ക് പോയിട്ടുണ്ടായിരിക്കാം, ഈ ചാറ്റിന്റെ ഒക്കെ അടിക്ക് പോയിട്ടുണ്ടായിരിക്കാം. ഇവിടുന്നൊക്കെ തപ്പി പിടിച്ച് വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇതുപോലെ അൺറീഡ് ആയിട്ടുള്ള മെസ്സേജ് വളരെ വേഗത്തിൽ ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്നല്ലേ, സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ ഒരു സെർച്ച് ഐക്കൺ കണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടെ അൺറീഡ് എന്നൊരു സംഭവം ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? അപ്പം അൺറീഡ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ അൺറീഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജും ഇവിടെ വന്നിട്ടുണ്ട്, അതായത് എല്ലാ ചാറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ചാറ്റ് ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. ഇപ്പോൾ എനിക്ക് ഒന്നേ ഉള്ളൂ, ഒരു മെസ്സേജേ ഉള്ളൂ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പിലുള്ള മെസ്സേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഇത്തരത്തിലാണ് ആൻഡ്രോയിഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു, ഒരു 200 കോണ്ടാക്റ്റ് എങ്കിലും ഉള്ള വ്യക്തികളാണ് നിങ്ങളുള്ളെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയല്ലേ? അത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്സപ്പിന്റെ ബീറ്റ വേർഷൻ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.